Hi everyone, welcome to Commerce World. Calicut University second semester M.Com Advanced Corporate Accounting എന്ന സബ്ജക്റ്റിത്തെ 5th മൊഡ്യൂളിത്തെ നെക്സ്റ്റ് പാർട്ട് വീഡിയോ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇതിന്റെ മുന്നിൽ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടിംഗ് എന്നുള്ള ആ കൺസെപ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ ഇതിൽ നമ്മൾ നോക്കാൻ പോണത് ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിംഗ് എന്നുള്ളതാണ്. സോ ഇതെന്ന് പറയുന്നത് നമ്മൾക്ക് തിയറിയാണ്. ഓക്കെ, അതായത് നമ്മളുടെ ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ആണ് നമ്മൾക്ക് വരുന്നത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് നമ്മളുടെ എക്സാമിന്റെ ബേസിസിൽ നോക്കുമ്പോൾ. സോ പഠിച്ചിട്ട് പോവുക. സോ ഈ ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ജസ്റ്റ് ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ദെൻ അതിന്റെ ഒബ്ജക്റ്റീവ്സ്, ദെൻ അതിന്റെ ഫീച്ചേഴ്സ്, ദെൻ അതിന്റെ മോഡേൺ കൺസെപ്റ്റ് ആയിട്ടുള്ള ഒരു 6-7 കൺസെപ്റ്റ് വരുന്നുണ്ട്. ആ കൺസെപ്റ്റ്സ് ആണ് നമ്മൾ ഇതിൽ വരുന്നത്. അല്ലാതെ ഇതിന്റെ കൂടുതൽ നമുക്ക് ഇതിൽ പഠിക്കാനായിട്ട് ഒന്നുമില്ല. ഓക്കെ, പക്ഷെ ആ ഓരോ മെത്തേഡ്സും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെത്തേഡ്സ് ആണ്. സോ അത് പഠിച്ചിട്ട് പോവുക. അപ്പൊ നമ്മൾക്കറിയാം ഈ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്നുള്ള സബ്ജക്ട് നമ്മൾ ഇതിന്റെ മുന്നിൽ നമ്മൾ ഡിഗ്രിയിൽ പഠിച്ചതാണ് അല്ലെ. HRM എന്നുള്ളത് നമ്മൾ പഠിച്ചതാണ്. സോ ഈ HRM എന്ന് പറയുമ്പോൾ ഇതിനെ മാനേജ് ചെയ്യാനായിട്ട് അതിൻ്റെതായിട്ട് ഒരു അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യും. ലൈക്ക് ഇപ്പൊ നമ്മളുടെ എംപ്ലോയീസ് ഒക്കെ ഉണ്ടാകും. എംപ്ലോയീസ് നമ്മൾ സാലറീസ് കൊടുക്കേണ്ട വരും, വേജസ് കൊടുക്കേണ്ടതായിട്ട് വരും. ഇപ്പൊ നമ്മളെ എംപ്ലോയീസിനെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ആദ്യം നമ്മുടെ കമ്പനിയിലോട്ട് കൊണ്ടുവരികയാണെങ്കിൽ അവർക്ക് ട്രെയിനിങ് കൊടുക്കേണ്ടതായിട്ട് വരും. അല്ലാതെ ഒരു എംപ്ലോയി വരുന്ന സമയത്ത് അന്ന് പോയി ജോലി ചെയ്തോ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുമോ? പറ്റില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കണം. അതേപോലെ നമ്മുടെ കമ്പനിത്തെ കാര്യങ്ങൾ എന്താന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇതിനെല്ലാത്തിനും എന്താണ്? ചെലവാണ്. ഈ കോസ്റ്റ് ഒക്കെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന അക്കൗണ്ട് ആണ് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്. സോ ഈ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത് നമ്മൾക്ക് എന്താണെന്ന് അറിയാം, നമ്മുടെ ഓർഗനൈസേഷനിലെ എംപ്ലോയീസ് ആണ് മേജർ ആയിട്ടുള്ള അസറ്റ്സ് എന്ന് പറയുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താന്ന് പറയുന്നത്. ദെൻ നമ്മൾ ഈ ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത് ഇവരുടെ ഈ വേജസ്, അതേപോലെ തന്നെ ഇവരുടെ സാലറീസ്, ദെൻ ഈ ട്രെയിനിങ് ചാർജസ് എന്നുള്ള കോസ്റ്റ് ഒക്കെ നമ്മൾക്ക് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നമ്മൾ കൊണ്ടുവന്ന അക്കൗണ്ടിംഗ് ആണ് ഈ ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്. സോ ദ ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിംഗ് ഇസ് and reporting the cost of human resource incurred in an organization including wages and salaries and training expenses etc. എന്നുള്ളതാണ് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്? അതായത് നമ്മളൊരു അക്കൗണ്ട് ഒന്ന് ക്രിയേറ്റ് ചെയ്തു, അതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ ഓർഗനൈസേഷന് വന്നിട്ട് എഫക്റ്റീവ് ആയിട്ട് ഒരു ഡിസിഷൻ എടുക്കാനായിട്ട്, അതായത് ആർക്ക് എത്ര സാലറി കൊടുത്തു, എത്ര രൂപയാണ് കൊടുത്ത്, എന്തിനു കൊടുത്തേ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇത് നമുക്ക് കറക്റ്റായിട്ട് അലോക്കേറ്റ് ചെയ്ത് വെക്കാനും, അതേപോലെ തന്നെ ഹ്യൂമൻ റിസോഴ്സ് നമ്മൾ ഇനി ട്രെയിനിങ് കൊടുക്കുകയാണെങ്കിലും ഇനി സാലറിയോ വേജസോ കൊടുക്കുകയാണെങ്കിലും നമ്മൾ അതിന്റെ ബേസിസിൽ ഒന്ന് നോക്കാനായിട്ട് നമ്മൾക്ക് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ ഇതെന്ന് പറയുന്നത് ടു നോ ദ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്, അതായത് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് എംപ്ലോയീസ് വന്നിട്ട് റിട്ടേൺ എത്രയാണ് നമ്മൾക്ക് കിട്ടിയത് എന്നുള്ളത് നോക്കാനായിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. അതായത് ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ ഔട്ട്പുട്ടിന്റെ ബേസിൽ, അതായത് പീസ് റേറ്റിന്റെ ബേസിസിലാണ് സാലറി കൊടുക്കണേ എന്നാണെങ്കിൽ ഒരു എംപ്ലോയീസ് ഒരു 1000 ഔട്ട്പുട്ട് അന്ന് കൊണ്ടുവന്നു എന്നാണെങ്കിൽ ആ 1000 ഔട്ട്പുട്ടിന്റെ ബേസിസിൽ നമ്മൾ സാലറി കൊടുത്തു. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും അപ്പൊ ഒരു എംപ്ലോയിന് വന്നിട്ട് 1000 ഔട്ട്പുട്ട് വരെ കൊണ്ടുവരാൻ സാധിക്കുമല്ലേ എന്നുള്ളത് കൂടി നമുക്ക് അറിയാനായിട്ട് ഹെൽപ്ഫുൾ ആണ്. അതേപോലെ തന്നെ നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഓർഗനൈസേഷനോ സൊസൈറ്റി തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷന് ഹെൽപ്ഫുൾ ആണ്. അതേപോലെ തന്നെ നമുക്ക് കമ്പാരബിലിറ്റി ഹെൽപ്ഫുൾ ആണ്. നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് കമ്പയർ ചെയ്യാനായിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. ദെൻ അതേപോലെ തന്നെ നമ്മുടെ ഫ്യൂച്ചർ ഇൻവെസ്റ്റേഴ്സിന് വന്നിട്ട് ഒരു ബെറ്റർ ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതായത് നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ട് എന്നുള്ള ഒരു അക്കൗണ്ട് നമ്മൾ കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ അതിന്റെ കാര്യങ്ങൾ മാത്രമേ എഴുതുന്നുള്ളൂ എന്നാണെങ്കിൽ ഒരു ഓഡിറ്റ് വരുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിൽ ഒരു അക്കൗണ്ടന്റ് ആയാലും അത് പെട്ടെന്ന് നോക്കുമ്പോൾ അവർക്ക് പെട്ടെന്ന് മനസ്സിലാകും. അല്ലെങ്കിൽ നമ്മൾ എവിടെയൊക്കെയോ കൊണ്ട് എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചിട്ട് ഇതിവിടത്തെയാണ് ഒന്ന് പെറുക്കി തരുന്ന് നോക്കുക എന്ന് പറഞ്ഞാൽ അത് അവർക്കും കൂടി ബുദ്ധിമുട്ടാണല്ലേ. സോ അതെന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റീവ് ആണ്. കമ്പയർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള ഫ്യൂച്ചർ ഇൻഫർമേഷൻസിന് ബെറ്റർ ഡിസിഷൻസിന് ഹെൽപ്പ് ചെയ്യും എന്നുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ സ്ട്രക്ചർ ചേഞ്ചസിന്, അതായത് ഇതിനു മുന്നിൽ നമ്മൾ ഫോളോ ചെയ്തിട്ടുള്ള സ്ട്രക്ചറിൽ വന്നിട്ട് എന്തെങ്കിലും ഒരു മാറ്റം നമുക്ക് കൊണ്ടുവരണം എന്നാണെങ്കിലും അതിന് നമ്മൾക്ക് ഹെൽപ്ഫുൾ ആണ്. അതേപോലെ തന്നെ ഹ്യൂമൻ റിസോഴ്സിന് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു യൂട്ടിലൈസേഷന് വേണ്ടി, അതായത് ഇത് ട്രെയിനിങ് നമ്മൾ തന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾക്ക് പറയാലോ, അതിന് വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആണ്. അതേപോലെ തന്നെ നമ്മുടെ വാല്യുവേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സസിന്റെ ബേസിസിൽ നമ്മൾക്ക് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ, അത് വന്നിട്ട് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് ഡിസ്ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഹെൽപ്ഫുൾ ആണെന്നാണ് പറയുന്നത്. ഇത്രയൊക്കെ അതിന്റെ ഒബ്ജക്റ്റീവ്സ് പറയുന്നത്. then ഇതിന്റെ അഡ്വാൻറ്റേജസ് ആണ്. അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ നമ്മുടെ കമ്പനീസിനെ വന്നിട്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന സമയത്തും അതേപോലെ തന്നെ ഈ റിട്ടേൺ ബേസ് നമ്മൾ റെക്കോർഡ് ചെയ്യുമല്ലോ, അതിന്റെ ബേസിസിൽ റെക്കോർഡ് ചെയ്യാൻ നമുക്ക് ഹെൽപ്ഫുൾ ആണ്. അതേപോലെ തന്നെ ലേബർ കോസ്റ്റും ടേൺ ഓവർ കോസ്റ്റും എന്താന്നുള്ളത് നോക്കാനായിട്ട് ഹെൽപ്ഫുൾ ആണ്. നമ്മുടെ ഹ്യൂമൻ എംപ്ലോയീസിന്റെ
റിലേഷൻഷിപ്പ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്ഫുൾ ആണ്. അതേപോലെ തന്നെ നമ്മളുടെ ഡിഗ്രി ഓഫ് ലേബേഴ്സ് എന്നുള്ളതിന്റെ ഇന്റൻസിറ്റി വന്നിട്ട് ഇംപ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾക്ക് ഹെൽപ്ഫുൾ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് നമ്മളുടെ അസറ്റ്സിന്റെ ബേസിസിൽ വന്നിട്ട് നമ്മളുടെ പ്ലാനിങ്, ഫിസിക്കൽ അസറ്റ്സിന്റെ ബേസിസിൽ നമ്മൾ പ്ലാനിങ് ചെയ്യുന്ന സമയത്ത് ഈ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ഫാക്ടർ ആയിട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഈ എക്സ്പെൻഡിച്ചർ, പിന്നെ അതേപോലെ തന്നെ ഫ്യൂച്ചർ എഡ്യൂക്കേഷൻ, അതായത് എംപ്ലോയീസിന് വേണ്ടിയിട്ടുള്ള എഡ്യൂക്കേഷൻ, ട്രെയിനിങ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഹെൽപ്ഫുൾ ആണ്. അതേപോലെ തന്നെ വാല്യുബിൾ ഇൻഫർമേഷൻസ് കിട്ടാനായിട്ട് ഹെൽപ്ഫുൾ ആണ്. നമ്മളുടെ ഇനി ഫ്യൂച്ചറിൽ വരുന്ന എക്സിക്യൂഷനും പ്ലാനിങ്ങിനും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണ്. അതേപോലെ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളത് നമ്മൾ ചെയ്യുകയാണെങ്കിലും മണി അല്ലെങ്കിൽ മണി അല്ലാതെ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുകയാണെങ്കിലും അതിനും ഹെൽപ്ഫുൾ ആണ്. അതേപോലെ തന്നെ എംപ്ലോയീസിന്റെ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ മാനേജ്മെന്റ് മോണിറ്റർ ചെയ്യാനായിട്ടും സോ ഇത്രയാണ് നമുക്ക് ബേസിക് ആയിട്ട് വരുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഇതിന്റെ മെത്തേഡ്സ് ഓർ അപ്രോച്ചസ് ഓഫ് HR എന്ന് പറയുന്നത്. സോ മൊത്തം നമുക്ക് ഇതിൽ വരുന്നത് 6 മെത്തേഡ്സ് ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, ഈ 6 മെത്തേഡ്സിൽ ആദ്യത്തെ മെത്തേഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അപ്രോച്ച് ആണ്. സോ ഈ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അപ്രോച്ച് എന്ന് പറയുന്നത് നമുക്ക് ബേസിക് ആയിട്ട് അറിയാലോ. സോ ഈ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അപ്രോച്ച് എന്ന് പറയുന്നത് എന്താണ്? അതായത് നമ്മൾ മേടിക്കുന്ന സാധനങ്ങളൊക്കെ നമ്മുടെ ഒറിജിനൽ കോസ്റ്റിൽ റെക്കോർഡ് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ബേസ് ആയിട്ട് നമ്മൾ അറിയുന്നത്. സോ ഈ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അപ്രോച്ച് കൊണ്ടുവന്നത് WC പെയിലെ ആൻഡ് ഹിസ് അസോസിയേറ്റഡ് ആൻഡ് RG ബെറി കോർപ്പറേഷൻ USA 1967 കൊണ്ടുവന്നതാണ് ഈ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അപ്രോച്ച് എന്ന് പറയുന്നത്. സോ ഈ അപ്രോച്ചിന്റെ ബേസിസിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ആക്ച്വൽ കോസ്റ്റ് ഇൻകേർഡ് ഓൺ റിക്കറിംഗ്, സെലക്ടിംഗ്, ട്രെയിനിങ്, പ്ലേസിംഗ് ആൻഡ് ഡെവലപ്പിംഗ് ദ ഹ്യൂമൻ റിസോഴ്സ്. ഓക്കെ, നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ കോസ്റ്റ് എന്ന് പറയുന്നത് ഈ എംപ്ലോയീസിന് ട്രെയിൻ ചെയ്യാനും എംപ്ലോയീസിന് കൊണ്ടുവരാനും അവർ പ്ലേസ് ചെയ്യാനും ട്രെയിനിങ് ചെയ്യാനും ഇതിനൊക്കെ കൊണ്ടുവരുന്ന കോസ്റ്റ് ആണ് ഈ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് പറയുന്നത്. സോ ഈ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഓരോ എന്റർപ്രൈസസിന് വന്നിട്ട് നമ്മൾ റിട്ടേൺ ഓഫ് ചെയ്ത് വെക്കും. അതായത് ആദ്യം നമ്മൾ ഒരു ട്രെയിനിങ് ഒരു എംപ്ലോയീസിന് കൊടുക്കുകയാണെങ്കിൽ ആദ്യം തന്നെ നമ്മൾ എഴുതും, അതായത് എംപ്ലോയീസിന് ട്രെയിനിങ് കൊടുക്കാനുള്ള ചാർജ് ഇത്ര, അതായത് ഒരു 1 lakh rupees എംപ്ലോയീസിന് ട്രെയിനിങ്ങിന് വേണ്ടി മാറ്റിവെച്ചതാണ് എന്നുള്ളത് നമ്മൾ പറയും. സോ അങ്ങനെ നമ്മൾ മാറ്റിവെക്കുന്നതാണ് ഈ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ നമ്മൾ ഈ ട്രെയിനിങ് ഒക്കെ കൊടുത്തതിന് ശേഷം ഓരോ കൊല്ലത്തിലായിട്ട് നമ്മൾ ഈ എമൗണ്ട് റെക്കോർഡ് ചെയ്യും. അതായത് ഇപ്പോൾ 2019 10,000 എംപ്ലോയീസിന് ട്രെയിനിങ് കൊടുക്കാനായിട്ട് യൂസ് ചെയ്തു. ദെൻ 2019 എംപ്ലോയീസിന് ട്രെയിനിങ് കൊടുക്കാനായിട്ട് 10,000, ദെൻ 20 10,000 എന്നുള്ള രീതിയിലോട്ട് നമ്മൾ എഴുതി പോകും. അതാണ് നമ്മൾ ഈ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അപ്രോച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് നമ്മുടെ റീപ്ലേസ്മെന്റ് കോസ്റ്റ് അപ്രോച്ച് ആണ്. സോ ഈ റീപ്ലേസ്മെന്റ് കോസ്റ്റ് അപ്രോച്ച് കൊണ്ടുവന്നത് റെനിസ് ലിക്കർഡ് ആൻഡ് എറിക് ഫ്ലെയിം ഹോഴ്സ് ആണ് ഈ റീപ്ലേസ്മെന്റ് കോസ്റ്റ് അപ്രോച്ച് കൊണ്ടുവന്നത്. സോ ഇതിൽ ഈ കണ്ടുപിടിച്ച ആൾക്കാരുടെ പേരൊക്കെ കുറച്ച് കട്ടിയുണ്ട്. സോ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ നിങ്ങളത് നോക്കുക, അല്ലെങ്കിൽ അത് വിട്ടേക്കുക. ഓക്കെ, ജസ്റ്റ് ആ അപ്രോച്ച് എന്താണെന്നുള്ളത് മാത്രം നിങ്ങൾ നോക്കിയിട്ട് പോകുക. അത് എന്തിന്റെ ബേസിസിലാണ്, എന്തിനാ കൊണ്ടുവന്നത് എന്നുള്ളത് നോക്കുക. നെയിം നിങ്ങൾക്ക് ഓർത്തേക്കാൻ പറ്റുകയാണെങ്കിൽ ഓക്കെ. ദെൻ നമ്മളുടെ ഈ റീപ്ലേസ്മെന്റ് കോസ്റ്റ് അപ്രോച്ച് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഹ്യൂമൻ റിസോഴ്സ് ആർ വാല്യൂഡ് ഓൺ ദ ബേസിസ് ഓഫ് കോസ്റ്റ് ഓഫ് റീപ്ലേസിംഗ് എംപ്ലോയി. അതായത് ഇപ്പൊ നമ്മുടെ ഒരു ഓർഗനൈസേഷനിൽ ഒരു എംപ്ലോയീസ് വർക്ക് ചെയ്യാണ്. ഒരു എംപ്ലോയി വന്നിട്ട് ഒരു 10 കൊല്ലമായിട്ട് വർക്ക് ചെയ്യാണ്. ആ 10 കൊല്ലമായിട്ട് വർക്ക് ചെയ്യുന്ന എംപ്ലോയിന് വന്നിട്ട് നമുക്ക് റീപ്ലേസ്മെന്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. ഓക്കെ, ഓർ റിട്ടയർമെന്റോ അല്ലെങ്കിൽ എംപ്ലോയി ടേൺ ഓവർ ആയി പോവുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം വന്നു. ഓക്കെ, അങ്ങനെ വരുന്ന സമയത്ത് ആ എംപ്ലോയിക്ക് പകരം നമ്മൾ ഇന്നൊരു എംപ്ലോയിനെ കൊണ്ടുവരികയാണ്. എങ്ങനെയാണ്? അയാളുടെ സെയിം കപ്പാസിറ്റി ഉള്ള ഒരു എംപ്ലോയി. ഇപ്പോൾ ഒരു എംപ്ലോയി വന്നിട്ട് BCom ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അതേപോലെ BCom ഡിഗ്രിയും അതേപോലെ സ്കിൽസും അതേപോലെ ഉള്ള ഒരു നമ്മളുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റുന്ന ഒരു പേഴ്സണെ നമ്മൾ കൊണ്ടുവരികയാണ്. സോ ആ പേഴ്സണെ നമുക്ക് കൊണ്ടുവരാൻ വരുന്നതാണ് ഈ റീപ്ലേസ്മെന്റ് കോസ്റ്റ് അപ്രോച്ച് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഹ്യൂമൻ റിസോഴ്സസ് ആർ വാല്യൂഡ് ഓൺ ദ ബേസിസ് ഓഫ് കറന്റ് വാല്യൂ ഓഫ് ദ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ഓഫ് ദ ഹ്യൂമൻ റിസോഴ്സ്. ദെൻ ദ റീപ്ലേസ്മെന്റ് കോസ്റ്റ് മേ ബി 2 types. ഈ റീപ്ലേസ്മെന്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് 2 typesലാണ് വരുന്നത്. ഒന്ന് വന്നിട്ട് ഇൻഡിവിജ്വൽ റീപ്ലേസ്മെന്റ് കോസ്റ്റും ആൻഡ് പൊസിഷണൽ റീപ്ലേസ്മെന്റ് കോസ്റ്റ്. അതായത് ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത് ആ പേഴ്സന്റെ റീപ്ലേസ്മെന്റ്, പൊസിഷണൽ എന്ന് പറയുമ്പോൾ ഇപ്പൊ ആ പേഴ്സന്റെ പൊസിഷൻ. ഇപ്പൊ സെയിൽസ്മാൻ ആയിട്ട് ആ പേഴ്സൺ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് കൊണ്ടുവരുന്ന എംപ്ലോയീസ് സെയിൽസ്മാൻ വർക്ക് ചെയ്ത ഒരു പേഴ്സൺ ആയിരിക്കണം. അതേപോലെ തന്നെ ഇപ്പൊ അയാൾക്ക് ഒരു 10 കൊല്ലം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമ്മൾ കൊണ്ടുവരുന്ന പേഴ്സണിനും 10 കൊല്ലമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവണം. അതാണ് നമ്മുടെ റീപ്ലേസ്മെന്റ് കോസ്റ്റ് അപ്രോച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് വരുന്നത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അപ്രോച്ച് ആണ്. സോ ഈ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അപ്രോച്ച് കൊണ്ടുവന്നത് GS ഹെഗ്മാൻ ആൻഡ് CH ജോണീസ് എന്ന് 1967 കൊണ്ടുവന്നത്. സോ ഇതെന്ന് പറയുന്നത് നമ്മളുടെ ഈ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത് വാല്യൂ ചെയ്യണത് എക്കണോമിക് കൺസെപ്റ്റും അതിന്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റിന്റെ ബേസിസിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. സോ ഈ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം.
സോ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് ഈസ് ദ വാല്യൂ ഓഫ് ആൻ അസറ്റ്സ് വെൻ ദാർ ഇസ് ആൻ ഓൾട്ടർനേറ്റീവ് യൂസ് ഓഫ് ഇറ്റ്. അതായത് ഒരു അസറ്റ്സിന്റെ ഓൾട്ടർനേറ്റ് യൂസസിനെയാണ് നമ്മുടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അങ്ങനെ വരുന്ന ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് നമ്മുടെ എംപ്ലോയീസിൽ നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇഫ് എ എംപ്ലോയി ക്യാൻ ബി ഹയർഡ് ഈസിലി ദാർ ഇസ് നോ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. അതായത് എംപ്ലോയീസ് നമ്മൾ ജോയിൻ ചെയ്യാൻ പറഞ്ഞു, നെക്സ്റ്റ് ദിവസം മുതൽ എംപ്ലോയി ജോയിൻ ചെയ്ത് ജോലി ചെയ്യാണ്, അത് നമുക്ക് ഒരു കോസ്റ്റ് ഒരു കാര്യങ്ങൾ ജസ്റ്റ് നമ്മുടെ ഇന്റർവ്യൂക്ക് നമ്മൾ കണ്ടക്ട് ചെയ്തിട്ട് മേ ബി അതിന് പൈസ തരുമായിരിക്കാം, അല്ലാതെ നമുക്ക് ഒരു കോസ്റ്റും ചെയ്യേണ്ടതായിട്ടില്ല. ഇഫ് എംപ്ലോയി വന്നിട്ട് എക്സ്പീരിയൻസ് ആണെങ്കിൽ നമ്മൾ ഓക്കെ. ഇതേ ഒരു ഫ്രഷറിനെ നമ്മൾ കൊണ്ടുവരാണെങ്കിലോ ആ പേഴ്സൺ നമുക്ക് ട്രെയിനിങ് കൊടുക്കണം, അത് നമുക്ക് കോസ്റ്റ് അല്ലേ. സോ അങ്ങനെയുള്ള കോസ്റ്റ് ഒക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യണമെന്നാണ് നമ്മുടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു ഓർഗനൈസേഷനിൽ ഇപ്പൊ ട്രെയിനിങ്ങിന് വന്ന എംപ്ലോയീസിന് വന്നിട്ട് ചില ഈ പഴയ മെഷീൻസ് ഒക്കെ കൊടുത്തിട്ട് നമ്മൾ അവിടെ ചെയ്യാനായിട്ട് പറയും. അതൊക്കെ ഒരു നമ്മുടെ കമ്പനിയുടെ അസറ്റ് ആണ്. സോ ആ അസറ്റ് എന്ന് പറയുന്നത് എംപ്ലോയി നശിപ്പിച്ചു കഴിഞ്ഞാലോ അതിനൊക്കെ നമുക്ക് കോസ്റ്റ് കൊടുക്കേണ്ടതായിട്ട് വരും. എംപ്ലോയീസ് മേ ബി എംപ്ലോയീസിന്റെ കയ്യിൽ നിന്ന് ഈടാക്കി ആയിരിക്കും, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ തന്നെ ആ കോസ്റ്റ് കൊടുക്കേണ്ടതായിട്ടിരിക്കും. സോ അതൊക്കെ നമ്മളുടെ ഓർഗനൈസേഷന് ഒരു കോസ്റ്റ് ആണ്. അതാണ് നമ്മുടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് മെത്തേഡ് ആണ്. സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറയുന്നത് ഡേവിഡ് വെസ്റ്റൺ ആണ് കൊണ്ടുവന്നത്. സോ ഈ സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറയുന്നത് ഇൻ ദിസ് മെത്തേഡ് ഓഫ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് റിക്രൂട്ടിംഗ്, ഹയറിംഗ്, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ഇസ് അക്യുമുലേറ്റഡ് എവറി ഇയർ ഫോർ ഈച്ച് ഗ്രേഡ്സ് ഓഫ് എംപ്ലോയീസ്. അതായത് ഇപ്പൊ നമ്മളൊരു 1 lakh rupees നമ്മൾ എടുത്തു വെച്ചു എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. സോ ഈ 1 lakh rupees നമ്മൾ എടുത്തു വെച്ചതിന് ശേഷം ഓരോ ഇയറും 10,000 10,000 10,000 എന്നുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു രീതിയിലോട്ട് ഈ 10,000 നമ്മൾ അങ്ങനെ റെക്കോർഡ് ചെയ്ത് പോകും. എന്തിനാണ്? ഇതൊക്കെ നമ്മൾ എംപ്ലോയീസിന്റെ ഹയറിങ്ങിനും ട്രെയിനിങ്ങിനും ഇങ്ങനെയുള്ള കാര്യങ്ങളിലോട്ടൊക്കെ കൊടുത്തതാണ്. സോ ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് കോസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇതിൽ കുറച്ച് അഡ്വാൻറ്റേജസ് ഒക്കെ ഉണ്ട്, അതേപോലെ തന്നെ ഡിസഡ്വാൻറ്റേജസ് നമുക്ക് വരും. ലൈക്ക് നമ്മുടെ അമോർട്ടൈസേഷൻ എന്ന് പറയുന്നതൊക്കെ നമ്മളുടെ ഈ സ്റ്റാൻഡേർഡ് കോസ്റ്റിന്റെ ഡിസഡ്വാൻറ്റേജസ് ആണ്. അതേപോലെ തന്നെ നമ്മളുടെ ഓരോ എംപ്ലോയീസിന്റെ മുന്നിൽ നമ്മൾ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടാകും. ഓരോ കാറ്റഗറീസിന്റെ ബേസിസിലായിരിക്കും. അതായത് നമ്മുടെ എത്ര വരെ പഠിച്ചു എന്നുള്ളതിന്റെ ബേസിസിൽ, അല്ലെങ്കിൽ എന്തൊക്കെ സ്കില്ലുണ്ട് എന്നുള്ളതിന്റെ ബേസിസിൽ അങ്ങനെയായിരിക്കും നമ്മൾ ചെയ്തിട്ടുണ്ടാകുക. സോ അതിന്റെ ബേസിസിൽ തന്നെ നമ്മൾ ഓരോ കൊല്ലവും നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ റെക്കോർഡ് ചെയ്തു. അതായത് ഇത്ര സ്കില്ലുള്ള ആൾക്കാർക്ക് നമുക്ക് ഇത്ര രൂപ ചെലവാക്കി, ഇത്ര ഗ്രാജുവേറ്റ്സ് ഉള്ള ആൾക്കാർക്ക് നമ്മൾ ഇത്ര രൂപ ചെലവാക്കി എന്നുള്ളതിന്റെ ബേസിസിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതാണ് ഈ സ്റ്റാൻഡേർഡ് കോസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് റിട്ടേൺ ഓൺ എഫേർട്ട് എംപ്ലോയി മോഡലാണ്. സോ ഇതെന്ന് പറയുന്നത് മെഷർമെന്റ് ഓഫ് ദ എഫേർട്ട് ഓഫ് ദ എംപ്ലോയി ബൈ ദ എംപ്ലോയി ഓൺ ഡിഫറെന്റ് ഫംഗ്ഷൻ, ബൈയിങ്, മാനുഫാക്ചറിങ്, സെല്ലിംഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഓരോ എംപ്ലോയീസിന്റെയും എന്താണ് ഫംഗ്ഷൻസ് നമ്മൾ റെക്കോർഡ് ചെയ്യും. എങ്ങനെയൊക്കെ അവർ വർക്ക് ചെയ്യണം, അവരുടെ സ്കില്ല് എത്രത്തോളം ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ നോക്കുന്നതാണ് ഈ റിട്ടേൺ ഓൺ എഫേർട്ട് എംപ്ലോയി മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇതൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്യണത് എങ്ങനെയായിരിക്കും? പെർ യൂണിറ്റ് ഓഫ് എഫേർട്ട് എന്നുള്ള ബേസിസിലായിരിക്കും നമ്മളിത് റെക്കോർഡ് ചെയ്യുന്നത്. ദെൻ നമ്മുടെ നെക്സ്റ്റ് മെത്തേഡ് എക്കണോമിക് ഓർ പ്രസന്റ് വാല്യൂ മെത്തേഡ് എന്നുള്ളതാണ് വരുന്നത്. സോ ഇതെന്ന് പറയുന്നത് ഒരു ഡിസ്കൗണ്ടിന്റെ ബേസിസിലാണ് നമ്മൾ ഇത് റെക്കോർഡ് ചെയ്യുന്നത്. ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറയുന്നത് ഈ സാലറി, വേജസ് എന്നുള്ള കാര്യങ്ങൾ ഇതെല്ലാം നമ്മളുടെ ഒരു ഡിസ്കൗണ്ടിങ് റേറ്റിലാണ് റെക്കോർഡ് ചെയ്യുന്നത് അറ്റ് എ സർട്ടൈൻ റേറ്റ് ഓഫ് ഡിസ്കൗണ്ട്. അതായത് ഇതിൽ വരുന്ന ഇമ്പോർട്ടന്റ് മോഡൽസ് ആണ് നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത്. ഒന്ന് വന്നിട്ട് ഹാർമാൻസൺസ് മോഡലാണ്. സോ ഇതിൽ വന്നിട്ട് നമ്മൾ എങ്ങനെയാ റെക്കോർഡ് ചെയ്യുന്നത് വെച്ചാൽ പ്രസന്റ് വാല്യൂവും അതേപോലെ തന്നെ ഫ്യൂച്ചർ വാല്യൂ ഇതിന്റെ ബേസിസിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്. 5 years വിത്ത് ഹെൽപ്പ് ഓഫ് ഡിസ്കൗണ്ടിങ് റേറ്റ്. അതായത് 5 കൊല്ലത്തിന് ശേഷം എത്രയാണ് വാല്യൂ വരുന്നത് എന്നുള്ളത് നമ്മൾ ഡിസ്കൗണ്ടിങ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അതാണ് ഈ മെത്തേഡ് എന്ന് പറയുന്നത്. ഇതിന് നമ്മുടെ ROI അതേപോലെ തന്നെ മൾട്ടിപ്പിൾ ആവറേജ് എന്നുള്ള മെത്തേഡ്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ദെൻ പ്രസന്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ഏർണിംഗ് മോഡൽ ഓർ ലവ് ആൻഡ് സ്വാർട്സ് മോഡൽ. ഈ നെയിംസ് ഒക്കെ വന്നിട്ട് ഇത് കണ്ടുപിടിച്ച ആളുടെ നെയിംസ് ആണ്. ഓക്കെ, സോ 1971 കൊണ്ടുവന്നത്. ദെൻ ഇതിൽ വന്നിട്ട് ഫ്യൂച്ചർ ഏർണിങ്സ് ഓഫ് എംപ്ലോയീസ് അതേപോലെ തന്നെ അവരുടെ ടിൽ റിട്ടയർമെന്റ് വരെ ഇവിടെ എസ്റ്റിമേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും, പ്ലസ് ഡിസ്കൗണ്ട് റേറ്റോടെ. ഓക്കെ, അതായത് ഈ റിട്ടയർ ആവാനുള്ള പേഴ്സൺസിന്റെ കൂടെ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കും. ഓക്കെ, അതാണ് നമ്മുടെ പ്രസന്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ഏർണിങ്സ് എന്ന് പറയുന്നത്. സോ ഇതിൽ വന്നിട്ട് ദേ ഹാവ് ഡിവൈഡ് സ്കിൽ, അൺസ്കിൽ, സെമി സ്കിൽ എന്ന ബേസിസിൽ നമ്മൾ ഡിവൈഡ് ചെയ്യും. ഡിവൈഡ് ചെയ്തിട്ട് അതിന്റെ ബേസിസിൽ നമ്മുടെ ഫ്യൂച്ചർ എമൗണ്ട് അല്ലെങ്കിൽ നമ്മുടെ പ്രസന്റ് എമൗണ്ട് വന്നിട്ട് നമ്മൾ കൊടുക്കും. സോ അതെന്ന് പറയുന്നത് നമ്മുടെ ഫ്യൂച്ചറിൽ നമ്മൾക്ക് അങ്ങനെ തന്നെ നമ്മൾ കൊടുക്കുന്നതാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, ദെൻ റിവാർഡ് ഇവാലുവേഷൻ മോഡൽ എന്ന് പറയുന്നതാണ്. സോ ഇതെന്ന് പറയുന്നത് നമ്മളുടെ പ്രസന്റ് വർത്ത്, അതായത് എംപ്ലോയീസിന്റെ പ്രസന്റ് സർവീസ് എന്താണോ അതിന്റെ ബേസിസിൽ മാത്രം കൊടുക്കുന്നതാണ്, അല്ലാതെ ഫ്യൂച്ചറിൽ എന്താണ് എന്നുള്ളതിന്റെ ബേസിസിലൊന്നും കൊടുക്കുന്നതല്ല. സോ പ്രസന്റിലുള്ള റാങ്കിങ്ങും പ്രസന്റിലുള്ള പേഴ്സണൽ ഇവാലുവേഷൻ
റിലേഷൻസിനോട് ബേസിസിൽ നമ്മൾ കൊടുക്കുന്നതാണ് ഈ റിവാർഡ് എന്ന് പറയുന്നത്. ദെൻ സെർട്ടനിറ്റി ഇക്വലന്റ് നെറ്റ് ബെനിഫിറ്റ് മോഡലാണ്. സോ ഇതെന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സസ് വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, എല്ലാ കാര്യങ്ങളിലോട്ടും അവരുടെ റിസോഴ്സസ് കൺസിഡർ ചെയ്തിട്ട് നമ്മളുടെ ഫ്യൂച്ചർ ബെനിഫിറ്റ്സ് കൂടി നമ്മൾ നോക്കും. എങ്ങനെയാണ് നെറ്റ് ബെനിഫിറ്റ്സ് ഓഫ് ഈച്ച് എംപ്ലോയീസും, അതായത് അവർ ഇതിനു മുന്നിൽ പ്രീവിയസ് ഇയറിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടാകുമല്ലോ അതിന്റെ ബേസിസിൽ, then അതേപോലെ തന്നെ നമ്മുടെ സെർട്ടനിറ്റി ഫാക്ടർ, then അതേപോലെ തന്നെ ഇക്വലന്റ് ബെനിഫിറ്റ് എന്നുള്ളതിനൊക്കെ നോക്കിയിട്ടായിരിക്കും നമ്മളുടെ ഈ മെത്തേഡ് നമ്മൾ ചെയ്യുന്നത്. ദെൻ ചാക്രോ-ബർട്ടി മോഡൽ എന്ന് പറയുന്നതാണ്. സോ ഇതെന്ന് പറയുന്നത് റിസോഴ്സസ് ബൈ ഡിവൈഡിംഗ് ദ എംപ്ലോയീസ് ഇൻ ടു ഗ്രൂപ്പ്സ്, 2 ഗ്രൂപ്പ്സ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. മാനേജീരിയലും നോൺ മാനേജീരിയൽ എംപ്ലോയി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അവരുടെ മൾട്ടിപ്പിൾ സ്കിൽസിന്റെ ബേസിസിൽ നമ്മൾ കൊടുക്കും. സോ ഇത് റെക്കോർഡ് ചെയ്യണത് ROI എന്നുള്ളതിന്റെ ബേസിസിലാണ്. സോ ഇതെന്ന് പറയുന്നത് നമ്മളുടെ റിക്രൂട്ട്മെന്റ്, ഹയറിംഗ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിൽ വരുന്ന കോസ്റ്റ് എന്താണ്, അതേപോലെ തന്നെ അതിലൂടെ നമുക്ക് കിട്ടിയ റവന്യൂ എന്താണ് എന്നുള്ളത് കൂടി നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടതാണ് ഈ മോഡൽ. ദെൻ നെക്സ്റ്റ് വരുന്ന മോഡൽ ദാഷ്ഗുപ്ത മോഡൽ എന്നുള്ളതാണ്. ഈ മോഡൽ നമ്മളുടെ ടോട്ടൽ കോസ്റ്റ് കൺസെപ്റ്റ് എന്നാണ് ഈ മോഡലിന് നമ്മൾ മിക്കവാറും പറയുന്നത്. പോപ്പുലർലി നമുക്ക് ടോട്ടൽ കോസ്റ്റ് കൺസെപ്റ്റ് എന്നാണ് ഈ മോഡൽ പറയുന്നത്. സോ ഇതിന്റെ ബേസിസിൽ വന്നിട്ട് ഓരോ ഇൻഡിവിജ്വലും അവരുടെ പൊസിഷന്റെ ബേസിസിൽ വന്നിട്ട് വാല്യൂ ചെയ്യുന്നതിനെയാണ് ഈ മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ, അവരുടെ പൊസിഷൻ, അതായത് ഇപ്പോൾ സെയിൽസ്മാൻ ആണെങ്കിൽ പർച്ചേസ് മാനേജർ, അതേപോലെ തന്നെ മറ്റേ നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജർ, ഈ മാനേജേഴ്സ് എല്ലാം വന്നിട്ട് അവരവരുടെ വാല്യൂ എന്താണോ, അവരവർ എന്താണോ ജോലി ചെയ്യുന്നത് അതിന്റെ ബേസിസിൽ അവർ വന്നിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ അവരുടെ ഇന്റലിജൻസ് ലെവൽ ചെക്ക് ചെയ്യുന്നതിനെയാണ് ഈ മോഡൽ എന്ന് പറയുന്നത്. അല്ലാതെ സെയിൽസ്മാനെയും പർച്ചേസ്മാനെയും ഒരുമിച്ച് കൊണ്ടൊന്ന് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സസ് മാനേജറിനെയും സെയിൽസ് മാനേജറിനെയും കൊണ്ടൊന്ന് ചെക്ക് ചെയ്യുക എന്നുള്ളതല്ല. സെയിൽസ്മാനും ഹ്യൂമൻ റിസോഴ്സ് മാനേജറും. സോ ഇത്രയാണ് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ് എന്നുള്ള കൺസെപ്റ്റ് നമ്മൾക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതോടെ നമ്മളുടെ ഈ കൺസെപ്റ്റ് കഴിഞ്ഞു. സോ നമുക്ക് നെക്സ്റ്റ് പാർട്ട് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് മോഡേൺ കൺസെപ്റ്റ്സ് ഇൻ അക്കൗണ്ടിങ് എന്നുള്ളതാണ്. സോ നമ്മൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് ഈ മോഡേൺ കൺസെപ്റ്റ്സ് ഇൻ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഏകദേശം ഒരു 4-5 അക്കൗണ്ടിങ് ടൈപ്സ് വരുന്നുണ്ട്. ഇതിൽ ഓരോന്നും തനിച്ചെടുത്തും ചോദിക്കും, അല്ലാതെയും ചോദിക്കും. സോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. സോ ഈ കൺസെപ്റ്റ് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. സോ ഇതിൽ തന്നെ ഡിസ്കസ് ചെയ്താൽ നിങ്ങൾക്ക് വീഡിയോ തന്നെ ലോങ് ആകും, നിങ്ങൾക്കത് പഠിക്കാൻ തന്നെ ബുദ്ധിമുട്ടുണ്ടാകും. ഓക്കെ, സോ അത് വന്നിട്ട് നമുക്ക് നെക്സ്റ്റ് പാർട്ട് വീഡിയോയിൽ നോക്കാം. Thanks for watching.